വീട്ടിലെത്തിയിരിക്കുകയാണ്. തയ്യാറാക്കാൻ പോകുന്നത് ഒരു മോർണിംഗ് സ്നാക്കും അതുപോലെ തന്നെ ഒരു ഈവനിങ് സ്നാക്കുമായ ഉഴുന്നുവടയും പിന്നെ ചട്നിയുമാണ് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും ഞങ്ങൾക്ക് സെൻഡ് ചെയ്യുക. അപ്പം നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഒരു കപ്പ് ഉഴുന്ന് കുതിർത്ത് വെച്ചത്, അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കായപ്പൊടി, ഉപ്പ്, എണ്ണ. ഇനി ചമ്മന്തി അരയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ: തേങ്ങ, ചെറിയ ഉള്ളി, വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കടുക്, തൈര്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നും ഇഞ്ചിയും ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകരുത്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പരുവത്തിന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്ന് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മൾ അരച്ചെടുക്കുവാൻ. ബാക്കി ഇനിയൊന്ന് നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് ഈ ബാറ്റർ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലഫിയായി കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നുവട സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പിടണം. ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മതി ഒരു ടേസ്റ്റിന്. ആവശ്യമുള്ളവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് വേണ്ട. അത് ഓപ്ഷണലാണ്. കുറച്ച് കായപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വടയുണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ അടുപ്പ് കത്തിക്കുകയാണ്. അടുപ്പ് ഞാൻ കത്തിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അടി കുഴിഞ്ഞ ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇതുപോലൊരു ചീനിച്ചട്ടി നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഓയിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇവിടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ വട മുങ്ങിക്കിടക്കുന്ന പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി എണ്ണയൊന്ന് ചൂടാവട്ടെ, നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബാറ്റർ നമ്മുടെ കയ്യിലെടുക്കുക. എപ്പോഴും കയ്യിലൊന്ന് കുറച്ച് വെള്ളം തടവിയിട്ട് വേണം നമുക്ക് ബാറ്റർ കയ്യിലേക്ക് എടുക്കാൻ. ഇതുപോലെ നമുക്ക് ബാറ്റർ കയ്യിലെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ജസ്റ്റ് ഉരുളയാക്കിയിട്ട് ഇതിലേക്ക് നടുക്ക് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ജാറിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അതിലേക്ക്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രമാത്രം ചട്നി
ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് തൈര്, 1 സ്പൂൺ തൈര് അതിലേക്ക് കുറച്ച് പുളിക്ക് വേണ്ടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, ഒരു മീഡിയം ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവ് എന്ന് പറയുന്നത്. ഇനി അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് കടുക് വറുക്കാം. കടുക് വറുക്കുന്നതിനായി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുകിട്ട് കൊടുക്കുന്നു. കുറച്ച് കടുകിട്ട് കൊടുത്തതിന് ശേഷം കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഞാൻ 2 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കരിഞ്ഞു പോകാതെ നോക്കണം. ഒന്ന് ചൂടായാൽ മതി. ഇനി അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നേരം ഇളക്കണ്ട. ഇനി നമുക്ക് അത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയും ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുകയും വേണം. താങ്ക് യു.